ദയാവതി മകൻ നിതിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അവർക്ക് മകന്റെ വിവാഹത്തെക്കുറിച്ചായിരുന്നു ചിന്ത. നിതിനു വേണ്ടി പല പെൺകുട്ടികളെയും അന്വേഷിച്ചിരുന്നു. പക്ഷെ നിതിന് ആഞ്ചലിനെയായിരുന്നു ഇഷ്ടം. അവൻ ആഞ്ചലിനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ആഞ്ചൽ അവനെ ഒരു കരുവായി ഉപയോഗിക്കുകയായിരുന്നു. അവൾക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവൻ അവളെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൾക്കറിയാം. നിതിൻ, നിനക്ക് വേണ്ടി ഞാൻ എത്ര പെൺകുട്ടികളെ കണ്ടു. ഏത് പെൺകുട്ടിയെ കാണിച്ചാലും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഞാൻ നിന്നെ വിടില്ല. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ സമ്മതിക്കുക? നീ തീർച്ചയായും വിവാഹം കഴിച്ചേ പറ്റൂ. നിതിൻ, ഞാൻ ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നോ അവളെ നീ വിവാഹം കഴിക്കേണ്ടി വരും. എന്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ വേറെ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കില്ലമ്മേ. എനിക്ക് ആച്ചലിനെ ഇഷ്ടം. പക്ഷെ ആഞ്ചലിനെ എനിക്കിഷ്ടമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരായാലും അവളെ ആയിരിക്കും നീ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ്. നിതിനും ദയാവതിയും പെൺകുട്ടികളെ കാണാൻ പോയി. കാജൽ എന്നൊരു പെൺകുട്ടിയെ ദയാവതിക്ക് ഇഷ്ടമായി. ദയാവതി നിതിനും കാജലും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. ദയാവതി നിതിനെയും കാജലിനെയും വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ കാജലിനെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാജലിനെ സമ്പ്രദായപ്രകാരം വീട്ടിനകത്തേക്ക് സ്വാഗതം ചെയ്തു. പക്ഷെ നിതിന് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് കാജലിനെ വിവാഹം കഴിച്ചത്. അവൻ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് സമ്മതിച്ചത്. അവന് കാജലിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നോക്ക് നിതിൻ, ഇപ്പോൾ നീ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇനി കാജലാണ് നിന്റെ ജീവിത പങ്കാളി. ഇനിയുള്ള ജീവിതം നീ കാജലിനോടൊത്ത് ജീവിക്കണം. നിന്റെ വിവാഹ ജീവിതം നന്നായി നയിക്കാൻ നോക്ക്. ഇവൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലെന്നത് ഓർമ്മ വേണം. നിതിൻ വെറുതെ തലയാട്ടി. എന്നിട്ട് കാജലിന്റെ കൂടെ കുടുംബജീവിതം നയിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം കാജലിന് എന്തോ സുഖമില്ലാതെയായി. അവൾ പെട്ടെന്ന് കട്ടിലിൽ ഇരുന്നു. എന്തു പറ്റി കാജൽ? ഇന്നെന്താ നിനക്കൊരു സുഖമില്ലായ്മ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലമ്മേ. എന്തു പറ്റി? നിതിൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ലമ്മേ, ഞാൻ കുറച്ചു ദിവസമായി വല്ലാതെ ഛർദിക്കുന്നു. ഛർദിക്കണമെന്ന് തോന്നലും ഉണ്ടാവുന്നു. ശരി മോളെ, നമുക്ക് പോയി ഡോക്ടറെ കാണണം. അമ്മേ, എന്തെങ്കിലും ചൂർണം കഴിച്ചാൽ അത് ശരിയായിക്കോളും. ദയാവതി കാജലിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കാജൽ ഗർഭിണിയാണെന്ന് വിവരമറിഞ്ഞു. ദയാവതി വളരെയധികം സന്തോഷിച്ചു. അവർ കാജലിനെ വളരെയേറെ ആശംസിച്ചു. നിനക്കെന്റെ ഒരുപാട് ആശംസകൾ മോളെ. ഇന്ന് നീ എന്നെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്റെ മനസ്സ് നീ കുളിർപ്പിച്ചിരിക്കുന്നു. ഞാൻ മുത്തശ്ശിയാവാൻ പോകുന്നു. വളരെ നന്ദിയുണ്ടമ്മേ. ദയാവതിയും കാജലും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഈ വാർത്ത നിതിനെ അറിയിക്കാൻ കാജൽ ആഗ്രഹിച്ചു. അവൾ അവനെയും കാത്ത് മുറിയിലിരുന്നു. അപ്പോൾ നിതിൻ അവിടെ എത്തി. നോക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയേ. എനിക്ക് ഓഫീസിലേക്ക് അല്ലെങ്കിൽ തന്നെ സമയമായി. എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും. എന്ത് കാര്യമാണെങ്കിലും വലിച്ചു നീട്ടി പറയാതെ ഒന്ന് പെട്ടെന്ന് പറയേ. നിങ്ങൾ അച്ഛനാകാൻ പോകുന്നു. അയ്യോ, നീ എന്താ ഈ പറയുന്നത്? അതെ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇതിലിപ്പോ എന്താ അത്ര സന്തോഷിക്കാനുള്ളത്? എനിക്ക് ഇത്തരം സന്തോഷമൊന്നും വേണ്ട. എനിക്ക് കുഞ്ഞും വേണ്ട, ഒരു കുന്തവും വേണ്ട. നിതിൻ കാജലിനെ അലക്ഷ്യപ്പെടുത്തിക്കൊണ്ടുപോയി. അവളിൽ നിന്ന് അവൻ അകന്നു മാറി. അവളുടെ കാര്യങ്ങൾ നോക്കിയില്ലെന്ന് മാത്രമല്ല, അവളോട് സംസാരിക്കുന്നതും നിർത്തി. ഭർത്താവിന്റെ പെരുമാറ്റം കാജലിന് വിചിത്രമായി തോന്നി. നിങ്ങൾ എന്താ എന്റെ അടുത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഗർഭവതിയാണെന്ന് നിങ്ങളോട് പറഞ്ഞു അന്നു മുതൽ നിങ്ങൾ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാ? കാജൽ, ഞാൻ നിന്നോടൊരു കാര്യം തുറന്നു പറയാൻ പോവാ. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ ആച്ചൽ എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളെ എനിക്ക് ജീവനായിരുന്നു. നീയുമായിട്ടുള്ള വിവാഹം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് വിവാഹം കഴിച്ചത്? അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അമ്മയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ഇന്നും എനിക്ക് ആച്ചലിനെ തന്നെയാ ഇഷ്ടം. നിന്നെ എനിക്ക് ഇഷ്ടമല്ല. കാജലിന് കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ തോന്നി. അവൾ നിസ്സഹായയായി കട്ടിലിൽ തന്നെ ഇരുന്നു. കാജൽ, നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. കുഞ്ഞിനെ അവിടെ ചെന്ന് പ്രസവിച്ചാ മതി. എനിക്ക് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയില്ല കാജൽ. ആച്ചൽ നാളെ തന്നെ ഇവിടെ എത്തും. ഭർത്താവ് പറഞ്ഞതൊന്നും കാജലിന് മനസ്സിലായില്ല. അടുത്ത ദിവസം നിതിൻ കാജലിനെ അവളുടെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം ആഞ്ചൽ അവിടെ വന്നു. ആഞ്ചൽ വീട്ടിലെത്തിയ ശേഷം നിതിന്റെ അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അത് നിതിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.
ഒരു ദിവസം ദയാവതി ആഞ്ചലിനെ കൊണ്ട് സഹി കെട്ട് പറഞ്ഞു, നിതിൻ, നീയാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. എനിക്കിതിനോട് യോജിക്കാൻ സാധിക്കില്ല. കാജൽ നല്ല കുടുംബത്തിൽ ജനിച്ചവളാണ്. കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾ നന്നായി നോക്കുമായിരുന്നു. അവൾ എല്ലാവരോടും നന്നായി പെരുമാറിയിരുന്നു. വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും കാര്യബോധമുണ്ടായിരുന്നു. പക്ഷെ ആഞ്ചൽ, അവൾ കാജലിന്റെ നേരെ വിപരീതമായി പെരുമാറുന്നു. അവൾക്ക് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ, കുടുംബത്തെക്കുറിച്ചല്ല. അതെ അമ്മേ, അമ്മ പറഞ്ഞത് നേരാ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ കാൽപ്പാടുകൾ പിന്നിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നതമ്മേ. അതെ, ശരിയാണ്. ദീപാവലി വരാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കാജലിനെ നീ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കാജലാണ്, ആഞ്ചലല്ല. നിതിൻ ആലോചിച്ചു. കാജൽ അയാളുടെ കാര്യങ്ങൾ നന്നായി നോക്കുമായിരുന്നു. എപ്പോഴും അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ആഞ്ചൽ അതൊന്നും ചെയ്തിരുന്നില്ല. ഒരു ദിവസം നിതിൻ എന്തോ കാര്യത്തിന് ആഞ്ചലിനെ വഴക്കു പറഞ്ഞു. ആഞ്ചൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. മോനെ, ദീപാവലി അടുത്തെത്തിയിരിക്കുന്നു. വീട്ടിലെ ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് വാ മോനെ, ഇല്ലെങ്കിൽ അതൊട്ടും ശരിയാവില്ല. ദീപാവലി സമയത്ത് വീട്ടിലെ ലക്ഷ്മി പുറത്തിരുന്നാൽ അത് ശരിയായ രീതിയല്ല. ആഞ്ചൽ നിന്നെ സ്നേഹിച്ചിട്ടില്ല. നിന്നെ അവൾ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നു. ഈ കുടുംബത്തെ സ്വന്തമായി കാണുമായിരുന്നു. അതെ അമ്മേ, ഞാൻ കാജലിനോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഞാൻ അവളെ ഒത്തിരി വിഷമിപ്പിച്ചു അമ്മേ. എന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ ഒന്നും പറയാതെ അവളുടെ വീട്ടിലേക്ക് പോയത്. അവളോട് ക്ഷമ ചോദിച്ച് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ആച്ചലിനെ മറന്നേക്കാമേ. കാജലിനെ ഇനി ഞാൻ പൊന്നുപോലെ നോക്കും. അവൾക്കൊരു വിഷമവും ഞാൻ ഉണ്ടാക്കില്ല. നിതിൻ കാജലിനോട് മാപ്പ് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. രണ്ടുപേരും സംസാരിച്ചു. ദീപാവലിയുടെ അന്ന് കാജൽ വീട് മുഴുവനും അലങ്കരിച്ചു. ഇപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ ഒരു പരാതിയുമില്ല. നിതിൻ കാജലിനെ സ്നേഹിച്ചു. അവളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു. ദയാവതി മകൻ നിതിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അവർക്ക് മകന്റെ വിവാഹത്തെക്കുറിച്ചായിരുന്നു ചിന്ത. നിതിനു വേണ്ടി പല പെൺകുട്ടികളെയും അന്വേഷിച്ചിരുന്നു. പക്ഷെ നിതിന് ആഞ്ചലിനെയായിരുന്നു ഇഷ്ടം. അവൻ ആഞ്ചലിനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ആഞ്ചൽ അവനെ ഒരു കരുവായി ഉപയോഗിക്കുകയായിരുന്നു. അവൾക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവൻ അവളെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൾക്കറിയാം. നിതിൻ, നിനക്ക് വേണ്ടി ഞാൻ എത്ര പെൺകുട്ടികളെ കണ്ടു. ഏത് പെൺകുട്ടിയെ കാണിച്ചാലും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഞാൻ നിന്നെ വിടില്ല. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ സമ്മതിക്കുക? നീ തീർച്ചയായും വിവാഹം കഴിച്ചേ പറ്റൂ. നിതിൻ, ഞാൻ ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നോ അവളെ നീ വിവാഹം കഴിക്കേണ്ടി വരും. എന്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ വേറെ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കില്ലമ്മേ. എനിക്ക് ആച്ചലിനെ ഇഷ്ടം. പക്ഷെ ആഞ്ചലിനെ എനിക്കിഷ്ടമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരായാലും അവളെ ആയിരിക്കും നീ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ്. നിതിനും ദയാവതിയും പെൺകുട്ടികളെ കാണാൻ പോയി. കാജൽ എന്നൊരു പെൺകുട്ടിയെ ദയാവതിക്ക് ഇഷ്ടമായി. ദയാവതി നിതിനും കാജലും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. ദയാവതി നിതിനെയും കാജലിനെയും വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ കാജലിനെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാജലിനെ സമ്പ്രദായപ്രകാരം വീട്ടിനകത്തേക്ക് സ്വാഗതം ചെയ്തു. പക്ഷെ നിതിന് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് കാജലിനെ വിവാഹം കഴിച്ചത്. അവൻ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് സമ്മതിച്ചത്. അവന് കാജലിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നോക്ക് നിതിൻ, ഇപ്പോൾ നീ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇനി കാജലാണ് നിന്റെ ജീവിത പങ്കാളി. ഇനിയുള്ള ജീവിതം നീ കാജലിനോടൊത്ത് ജീവിക്കണം. നിന്റെ വിവാഹ ജീവിതം നന്നായി നയിക്കാൻ നോക്ക്. ഇവൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലെന്നത് ഓർമ്മ വേണം. നിതിൻ വെറുതെ തലയാട്ടി. എന്നിട്ട് കാജലിന്റെ കൂടെ കുടുംബജീവിതം നയിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം കാജലിന് എന്തോ സുഖമില്ലാതെയായി. അവൾ പെട്ടെന്ന് കട്ടിലിൽ ഇരുന്നു. എന്തു പറ്റി കാജൽ? ഇന്നെന്താ നിനക്കൊരു സുഖമില്ലായ്മ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലമ്മേ. എന്തു പറ്റി? നിതിൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ലമ്മേ, ഞാൻ കുറച്ചു ദിവസമായി വല്ലാതെ ഛർദിക്കുന്നു. ഛർദിക്കണമെന്ന് തോന്നലും ഉണ്ടാവുന്നു. ശരി മോളെ, നമുക്ക് പോയി ഡോക്ടറെ കാണണം. അമ്മേ, എന്തെങ്കിലും ചൂർണം കഴിച്ചാൽ അത് ശരിയായിക്കോളും. ദയാവതി കാജലിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കാജൽ ഗർഭിണിയാണെന്ന് വിവരമറിഞ്ഞു. ദയാവതി വളരെയധികം സന്തോഷിച്ചു. അവർ കാജലിനെ വളരെയേറെ ആശംസിച്ചു. നിനക്ക് എന്റെ ഒരുപാട് ആശംസകൾ മോളെ. ഇന്ന് നീ എന്നെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്റെ മനസ്സ് നീ കുളിർപ്പിച്ചിരിക്കുന്നു. ഞാൻ മുത്തശ്ശിയാവാൻ പോകുന്നു. വളരെ നന്ദിയുണ്ടമ്മേ.
ദയാവതിയും കാജലും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഈ വാർത്ത നിതിനെ അറിയിക്കാൻ കാജൽ ആഗ്രഹിച്ചു. അവൾ അവനെയും കാത്ത് മുറിയിലിരുന്നു. അപ്പോൾ നിതിൻ അവിടെ എത്തി. നോക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയേ, എനിക്ക് ഓഫീസിലേക്ക് അല്ലെങ്കിൽ തന്നെ സമയമായി. എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും. എന്ത് കാര്യമാണെങ്കിലും വലിച്ചു നീട്ടി പറയാതെ ഒന്ന് പെട്ടെന്ന് പറയേ. നിങ്ങൾ അച്ഛനാകാൻ പോകുന്നു. അയ്യോ, നീ എന്താ ഈ പറയുന്നത്? അതെ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇതിലിപ്പോ എന്താ അത്ര സന്തോഷിക്കാനുള്ളത്? എനിക്ക് ഇത്തരം സന്തോഷമൊന്നും വേണ്ട. എനിക്ക് കുഞ്ഞും വേണ്ട, ഒരു കുന്തവും വേണ്ട. നിതിൻ കാജലിനെ അലക്ഷ്യപ്പെടുത്തിക്കൊണ്ടുപോയി. അവളിൽ നിന്ന് അവൻ അകന്നു മാറി. അവളുടെ കാര്യങ്ങൾ നോക്കിയില്ലെന്ന് മാത്രമല്ല, അവളോട് സംസാരിക്കുന്നതും നിർത്തി. ഭർത്താവിന്റെ പെരുമാറ്റം കാജലിന് വിചിത്രമായി തോന്നി. നിങ്ങൾ എന്താ എന്റെ അടുത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഗർഭവതിയാണെന്ന് നിങ്ങളോട് പറഞ്ഞ അന്നു മുതൽ നിങ്ങൾ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാ? കാജൽ, ഞാൻ നിന്നോടൊരു കാര്യം തുറന്നു പറയാൻ പോവാ. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ ആച്ചൽ എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളെ എനിക്ക് ജീവനായിരുന്നു. നീയുമായിട്ടുള്ള വിവാഹം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് വിവാഹം കഴിച്ചത്? അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അമ്മയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ഇന്നും എനിക്ക് ആച്ചലിനെ തന്നെയാ ഇഷ്ടം. നിന്നെ എനിക്ക് ഇഷ്ടമല്ല. കാജലിന് കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ തോന്നി. അവൾ നിസ്സഹായയായി കട്ടിലിൽ തന്നെ ഇരുന്നു. കാജൽ, നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. കുഞ്ഞിനെ അവിടെ ചെന്ന് പ്രസവിച്ചാ മതി. എനിക്ക് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയില്ല കാജൽ. ആച്ചൽ നാളെ തന്നെ ഇവിടെ എത്തും. ഭർത്താവ് പറഞ്ഞതൊന്നും കാജലിന് മനസ്സിലായില്ല. അടുത്ത ദിവസം നിതിൻ കാജലിനെ അവളുടെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം ആഞ്ചൽ അവിടെ വന്നു. ആഞ്ചൽ വീട്ടിലെത്തിയ ശേഷം നിതിന്റെ അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അത് നിതിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം ദയാവതി ആഞ്ചലിനെ കൊണ്ട് സഹികെട്ട് പറഞ്ഞു, നിതിൻ, നീയാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. എനിക്കിതിനോട് യോജിക്കാൻ സാധിക്കില്ല. കാജൽ നല്ല കുടുംബത്തിൽ ജനിച്ചവളാണ്. കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾ നന്നായി നോക്കുമായിരുന്നു. അവൾ എല്ലാവരോടും നന്നായി പെരുമാറിയിരുന്നു. വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും കാര്യബോധമുണ്ടായിരുന്നു. പക്ഷെ ആഞ്ചൽ, അവൾ കാജലിന്റെ നേരെ വിപരീതമായി പെരുമാറുന്നു. അവൾക്ക് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ, കുടുംബത്തെക്കുറിച്ചല്ല. അതെ അമ്മേ, അമ്മ പറഞ്ഞത് നേരാ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ കാൽപ്പാടുകൾ പിന്നിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നതമ്മേ. അതെ, ശരിയാണ്. ദീപാവലി വരാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കാജലിനെ നീ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കാജലാണ്, ആഞ്ചലല്ല. നിതിൻ ആലോചിച്ചു. കാജൽ അയാളുടെ കാര്യങ്ങൾ നന്നായി നോക്കുമായിരുന്നു. എപ്പോഴും അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ആഞ്ചൽ അതൊന്നും ചെയ്തിരുന്നില്ല. ഒരു ദിവസം നിതിൻ എന്തോ കാര്യത്തിന് ആഞ്ചലിനെ വഴക്കു പറഞ്ഞു. ആഞ്ചൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. മോനെ, ദീപാവലി അടുത്തെത്തിയിരിക്കുന്നു. വീട്ടിലെ ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് വാ മോനെ, ഇല്ലെങ്കിൽ അതൊട്ടും ശരിയാവില്ല. ദീപാവലി സമയത്ത് വീട്ടിലെ ലക്ഷ്മി പുറത്തിരുന്നാൽ അത് ശരിയായ രീതിയല്ല. ആഞ്ചൽ നിന്നെ സ്നേഹിച്ചിട്ടില്ല. നിന്നെ അവൾ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നു. ഈ കുടുംബത്തെ സ്വന്തമായി കാണുമായിരുന്നു. അതെ അമ്മേ, ഞാൻ കാജലിനോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അവളെ ഒത്തിരി വിഷമിപ്പിച്ചു അമ്മേ. എന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ ഒന്നും പറയാതെ അവളുടെ വീട്ടിലേക്ക് പോയത്. അവളോട് ക്ഷമ ചോദിച്ച് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ആച്ചലിനെ മറന്നേക്കാം അമ്മേ. കാജലിനെ ഇനി ഞാൻ പൊന്നുപോലെ നോക്കും. അവൾക്കൊരു വിഷമവും ഞാൻ ഉണ്ടാക്കില്ല. നിതിൻ കാജലിനോട് മാപ്പ് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. രണ്ടുപേരും സംസാരിച്ചു. ദീപാവലിയുടെ അന്ന് കാജൽ വീട് മുഴുവനും അലങ്കരിച്ചു. ഇപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ ഒരു പരാതിയുമില്ല. നിതിൻ കാജലിനെ സ്നേഹിച്ചു. അവളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു. ദയാവതി മകൻ നിതിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അവർക്ക് മകന്റെ വിവാഹത്തെക്കുറിച്ചായിരുന്നു ചിന്ത. നിതിനു വേണ്ടി പല പെൺകുട്ടികളെയും അന്വേഷിച്ചിരുന്നു. പക്ഷെ നിതിന് ആഞ്ചലിനെയായിരുന്നു ഇഷ്ടം. അവൻ ആഞ്ചലിനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ആഞ്ചൽ അവനെ ഒരു കരുവായി ഉപയോഗിക്കുകയായിരുന്നു. അവൾക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവൻ അവളെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൾക്കറിയാം. നിതിൻ, നിനക്ക് വേണ്ടി ഞാൻ എത്ര പെൺകുട്ടികളെ കണ്ടു. ഏത് പെൺകുട്ടിയെ കാണിച്ചാലും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഞാൻ നിന്നെ വിടില്ല. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ സമ്മതിക്കുക? നീ തീർച്ചയായും വിവാഹം കഴിച്ചേ പറ്റൂ. നിതിൻ, ഞാൻ ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നോ
അവളെ നീ വിവാഹം കഴിക്കേണ്ടി വരും. എന്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ വേറെ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കില്ലമ്മേ. എനിക്ക് ആച്ചലിനെ ഇഷ്ടം. പക്ഷെ ആഞ്ചലിനെ എനിക്കിഷ്ടമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരായാലും അവളെ ആയിരിക്കും നീ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ്. നിതിനും ദയാവതിയും പെൺകുട്ടികളെ കാണാൻ പോയി. കാജൽ എന്നൊരു പെൺകുട്ടിയെ ദയാവതിക്ക് ഇഷ്ടമായി. ദയാവതി നിതിനും കാജലും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. ദയാവതി നിതിനെയും കാജലിനെയും വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ കാജലിനെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാജലിനെ സമ്പ്രദായപ്രകാരം വീട്ടിനകത്തേക്ക് സ്വാഗതം ചെയ്തു. പക്ഷെ നിതിന് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് കാജലിനെ വിവാഹം കഴിച്ചത്. അവൻ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് സമ്മതിച്ചത്. അവന് കാജലിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നോക്ക് നിതിൻ, ഇപ്പോൾ നീ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇനി കാജലാണ് നിന്റെ ജീവിത പങ്കാളി. ഇനിയുള്ള ജീവിതം നീ കാജലിനോടൊത്ത് ജീവിക്കണം. നിന്റെ വിവാഹ ജീവിതം നന്നായി നയിക്കാൻ നോക്ക്. ഇവൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലെന്നത് ഓർമ്മ വേണം. നിതിൻ വെറുതെ തലയാട്ടി. എന്നിട്ട് കാജലിന്റെ കൂടെ കുടുംബജീവിതം നയിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം കാജലിന് എന്തോ സുഖമില്ലാതെയായി. അവൾ പെട്ടെന്ന് കട്ടിലിൽ ഇരുന്നു. എന്തു പറ്റി കാജൽ? ഇന്നെന്താ നിനക്കൊരു സുഖമില്ലായ്മ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലമ്മേ. എന്തു പറ്റി? നിതിൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ലമ്മേ, ഞാൻ കുറച്ചു ദിവസമായി വല്ലാതെ ഛർദിക്കുന്നു. ഛർദിക്കണമെന്ന് തോന്നലും ഉണ്ടാവുന്നു. ശരി മോളെ, നമുക്ക് പോയി ഡോക്ടറെ കാണണം. അമ്മേ, എന്തെങ്കിലും ചൂർണം കഴിച്ചാൽ അത് ശരിയായിക്കോളും. ദയാവതി കാജലിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കാജൽ ഗർഭിണിയാണെന്ന് വിവരമറിഞ്ഞു. ദയാവതി വളരെയധികം സന്തോഷിച്ചു. അവർ കാജലിനെ വളരെയേറെ ആശംസിച്ചു. നിനക്കെന്റെ ഒരുപാട് ആശംസകൾ മോളെ. ഇന്ന് നീ എന്നെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്റെ മനസ്സ് നീ കുളിർപ്പിച്ചിരിക്കുന്നു. ഞാൻ മുത്തശ്ശിയാവാൻ പോകുന്നു. വളരെ നന്ദിയുണ്ടമ്മേ. ദയാവതിയും കാജലും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഈ വാർത്ത നിതിനെ അറിയിക്കാൻ കാജൽ ആഗ്രഹിച്ചു. അവൾ അവനെയും കാത്ത് മുറിയിലിരുന്നു. അപ്പോൾ നിതിൻ അവിടെ എത്തി. നോക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയേ. എനിക്ക് ഓഫീസിലേക്ക് അല്ലെങ്കിൽ തന്നെ സമയമായി. എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും. എന്ത് കാര്യമാണെങ്കിലും വലിച്ചു നീട്ടി പറയാതെ ഒന്ന് പെട്ടെന്ന് പറയേ. നിങ്ങൾ അച്ഛനാകാൻ പോകുന്നു. അയ്യോ, നീ എന്താ ഈ പറയുന്നത്? അതെ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇതിലിപ്പോ എന്താ അത്ര സന്തോഷിക്കാനുള്ളത്? എനിക്ക് ഇത്തരം സന്തോഷമൊന്നും വേണ്ട. എനിക്ക് കുഞ്ഞും വേണ്ട, ഒരു കുന്തവും വേണ്ട. നിതിൻ കാജലിനെ അലക്ഷ്യപ്പെടുത്തി കൊണ്ടുപോയി. അവളിൽ നിന്ന് അവൻ അകന്നു മാറി. അവളുടെ കാര്യങ്ങൾ നോക്കിയില്ലെന്ന് മാത്രമല്ല, അവളോട് സംസാരിക്കുന്നതും നിർത്തി. ഭർത്താവിന്റെ പെരുമാറ്റം കാജലിന് വിചിത്രമായി തോന്നി. നിങ്ങൾ എന്താ എന്റെ അടുത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഗർഭവതിയാണെന്ന് നിങ്ങളോട് പറഞ്ഞ അന്നു മുതൽ നിങ്ങൾ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാ? കാജൽ, ഞാൻ നിന്നോടൊരു കാര്യം തുറന്നു പറയാൻ പോവാ. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ ആച്ചൽ എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളെ എനിക്ക് ജീവനായിരുന്നു. നീയുമായിട്ടുള്ള വിവാഹം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് വിവാഹം കഴിച്ചത്? അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അമ്മയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ഇന്നും എനിക്ക് ആച്ചലിനെ തന്നെയാ ഇഷ്ടം. നിന്നെ എനിക്ക് ഇഷ്ടമല്ല. കാജലിന് കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ തോന്നി. അവൾ നിസ്സഹായയായി കട്ടിലിൽ തന്നെ ഇരുന്നു. കാജൽ, നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. കുഞ്ഞിനെ അവിടെ ചെന്ന് പ്രസവിച്ചാ മതി. എനിക്ക് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയില്ല കാജൽ. ആച്ചൽ നാളെ തന്നെ ഇവിടെ എത്തും. ഭർത്താവ് പറഞ്ഞതൊന്നും കാജലിന് മനസ്സിലായില്ല. അടുത്ത ദിവസം നിതിൻ കാജലിനെ അവളുടെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം ആഞ്ചൽ അവിടെ വന്നു. ആഞ്ചൽ വീട്ടിലെത്തിയ ശേഷം നിതിന്റെ അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അത് നിതിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം ദയാവതി ആഞ്ചലിനെ കൊണ്ട് സഹി കെട്ട് പറഞ്ഞു, നിതിൻ, നീയാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. എനിക്കിതിനോട് യോജിക്കാൻ സാധിക്കില്ല. കാജൽ നല്ല കുടുംബത്തിൽ ജനിച്ചവളാണ്. കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾ നന്നായി നോക്കുമായിരുന്നു. അവൾ എല്ലാവരോടും നന്നായി പെരുമാറിയിരുന്നു. വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും കാര്യബോധമുണ്ടായിരുന്നു. പക്ഷെ ആഞ്ചൽ, അവൾ കാജലിന്റെ നേരെ വിപരീതമായി പെരുമാറുന്നു. അവൾക്ക് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ, കുടുംബത്തെക്കുറിച്ചല്ല. അതെ അമ്മേ, അമ്മ പറഞ്ഞത് നേരാ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ കാൽപ്പാടുകൾ പിന്നിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നതമ്മേ. അതെ, ശരിയാണ്. ദീപാവലി വരാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കാജലിനെ നീ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ?
നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കാജലാണ്, ആഞ്ചലല്ല. നിതിൻ ആലോചിച്ചു. കാജൽ അയാളുടെ കാര്യങ്ങൾ നന്നായി നോക്കുമായിരുന്നു. എപ്പോഴും അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ആഞ്ചൽ അതൊന്നും ചെയ്തിരുന്നില്ല. ഒരു ദിവസം നിതിൻ എന്തോ കാര്യത്തിന് ആഞ്ചലിനെ വഴക്കു പറഞ്ഞു. ആഞ്ചൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. മോനെ, ദീപാവലി അടുത്തെത്തിയിരിക്കുന്നു. വീട്ടിലെ ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് വാ മോനെ, ഇല്ലെങ്കിൽ അതൊട്ടും ശരിയാവില്ല. ദീപാവലി സമയത്ത് വീട്ടിലെ ലക്ഷ്മി പുറത്തിരുന്നാൽ അത് ശരിയായ രീതിയല്ല. ആഞ്ചൽ നിന്നെ സ്നേഹിച്ചിട്ടില്ല. നിന്നെ അവൾ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നു. ഈ കുടുംബത്തെ സ്വന്തമായി കാണുമായിരുന്നു. അതെ അമ്മേ, ഞാൻ കാജലിനോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഞാൻ അവളെ ഒത്തിരി വിഷമിപ്പിച്ചു അമ്മേ. എന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ ഒന്നും പറയാതെ അവളുടെ വീട്ടിലേക്ക് പോയത്. അവളോട് ക്ഷമ ചോദിച്ച് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ആച്ചലിനെ മറന്നേക്കാമേ. കാജലിനെ ഇനി ഞാൻ പൊന്നുപോലെ നോക്കും. അവൾക്കൊരു വിഷമവും ഞാൻ ഉണ്ടാക്കില്ല. നിതിൻ കാജലിനോട് മാപ്പ് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. രണ്ടുപേരും സംസാരിച്ചു. ദീപാവലിയുടെ അന്ന് കാജൽ വീട് മുഴുവനും അലങ്കരിച്ചു. ഇപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ ഒരു പരാതിയുമില്ല. നിതിൻ കാജലിനെ സ്നേഹിച്ചു. അവളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു. ദയാവതി മകൻ നിതിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അവർക്ക് മകന്റെ വിവാഹത്തെക്കുറിച്ചായിരുന്നു ചിന്ത. നിതിനു വേണ്ടി പല പെൺകുട്ടികളെയും അന്വേഷിച്ചിരുന്നു. പക്ഷെ നിതിന് ആഞ്ചലിനെയായിരുന്നു ഇഷ്ടം. അവൻ ആഞ്ചലിനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ആഞ്ചൽ അവനെ ഒരു കരുവായി ഉപയോഗിക്കുകയായിരുന്നു. അവൾക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവൻ അവളെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൾക്കറിയാം. നിതിൻ, നിനക്ക് വേണ്ടി ഞാൻ എത്ര പെൺകുട്ടികളെ കണ്ടു. ഏത് പെൺകുട്ടിയെ കാണിച്ചാലും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഞാൻ നിന്നെ വിടില്ല. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ സമ്മതിക്കുക? നീ തീർച്ചയായും വിവാഹം കഴിച്ചേ പറ്റൂ. നിതിൻ, ഞാൻ ഏത് പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നോ അവളെ നീ വിവാഹം കഴിക്കേണ്ടി വരും. എന്റെ കാര്യം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ വേറെ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കില്ലമ്മേ. എനിക്ക് ആച്ചലിനെ ഇഷ്ടം. പക്ഷെ ആഞ്ചലിനെ എനിക്കിഷ്ടമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരായാലും അവളെ ആയിരിക്കും നീ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ്. നിതിനും ദയാവതിയും പെൺകുട്ടികളെ കാണാൻ പോയി. കാജൽ എന്നൊരു പെൺകുട്ടിയെ ദയാവതിക്ക് ഇഷ്ടമായി. ദയാവതി നിതിനും കാജലും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു. ദയാവതി നിതിനെയും കാജലിനെയും വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ കാജലിനെ മരുമകളായി വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാജലിനെ സമ്പ്രദായപ്രകാരം വീട്ടിനകത്തേക്ക് സ്വാഗതം ചെയ്തു. പക്ഷെ നിതിന് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് കാജലിനെ വിവാഹം കഴിച്ചത്. അവൻ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് സമ്മതിച്ചത്. അവന് കാജലിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നോക്ക് നിതിൻ, ഇപ്പോൾ നീ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇനി കാജലാണ് നിന്റെ ജീവിത പങ്കാളി. ഇനിയുള്ള ജീവിതം നീ കാജലിനോടൊത്ത് ജീവിക്കണം. നിന്റെ വിവാഹ ജീവിതം നന്നായി നയിക്കാൻ നോക്ക്. ഇവൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ലെന്നത് ഓർമ്മ വേണം. നിതിൻ വെറുതെ തലയാട്ടി. എന്നിട്ട് കാജലിന്റെ കൂടെ കുടുംബജീവിതം നയിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം കാജലിന് എന്തോ സുഖമില്ലാതെയായി. അവൾ പെട്ടെന്ന് കട്ടിലിൽ ഇരുന്നു. എന്തു പറ്റി കാജൽ? ഇന്നെന്താ നിനക്കൊരു സുഖമില്ലായ്മ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലമ്മേ. എന്തു പറ്റി? നിതിൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലമ്മേ, അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ലമ്മേ, ഞാൻ കുറച്ചു ദിവസമായി വല്ലാതെ ഛർദിക്കുന്നു. ഛർദിക്കണമെന്ന് തോന്നലും ഉണ്ടാവുന്നു. ശരി മോളെ, നമുക്ക് പോയി ഡോക്ടറെ കാണണം. അമ്മേ, എന്തെങ്കിലും ചൂർണം കഴിച്ചാൽ അത് ശരിയായിക്കോളും. ദയാവതി കാജലിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കാജൽ ഗർഭിണിയാണെന്ന് വിവരമറിഞ്ഞു. ദയാവതി വളരെയധികം സന്തോഷിച്ചു. അവർ കാജലിനെ വളരെയേറെ ആശംസിച്ചു. നിനക്ക് എന്റെ ഒരുപാട് ആശംസകൾ മോളെ. ഇന്ന് നീ എന്നെ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത അറിയിച്ചു. എന്റെ മനസ്സ് നീ കുളിർപ്പിച്ചിരിക്കുന്നു. ഞാൻ മുത്തശ്ശിയാവാൻ പോകുന്നു. വളരെ നന്ദിയുണ്ടമ്മേ. ദയാവതിയും കാജലും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഈ വാർത്ത നിതിനെ അറിയിക്കാൻ കാജൽ ആഗ്രഹിച്ചു. അവൾ അവനെയും കാത്ത് മുറിയിലിരുന്നു. അപ്പോൾ നിതിൻ അവിടെ എത്തി. നോക്കൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയേ. എനിക്ക് ഓഫീസിലേക്ക് അല്ലെങ്കിൽ തന്നെ സമയമായി. എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കും. എന്ത് കാര്യമാണെങ്കിലും വലിച്ചു നീട്ടി പറയാതെ ഒന്ന് പെട്ടെന്ന് പറയേ. നിങ്ങൾ അച്ഛനാകാൻ പോകുന്നു. അയ്യോ, നീ എന്താ ഈ പറയുന്നേ? അതെ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇതിലിപ്പോ എന്താ അത്ര സന്തോഷിക്കാനുള്ളത്? എനിക്ക് ഇത്തരം സന്തോഷമൊന്നും വേണ്ട. എനിക്ക് കുഞ്ഞും വേണ്ട, ഒരു കുന്തവും വേണ്ട. നിതിൻ കാജലിനെ അലക്ഷ്യപ്പെടുത്തി കൊണ്ടുപോയി.
അവളിൽ നിന്ന് അവൻ അകന്നു മാറി. അവളുടെ കാര്യങ്ങൾ നോക്കിയില്ലെന്ന് മാത്രമല്ല, അവളോട് സംസാരിക്കുന്നതും നിർത്തി. ഭർത്താവിന്റെ പെരുമാറ്റം കാജലിന് വിചിത്രമായി തോന്നി. നിങ്ങൾ എന്താ എന്റെ അടുത്ത് നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഗർഭവതിയാണെന്ന് നിങ്ങളോട് പറഞ്ഞു അന്നു മുതൽ നിങ്ങൾ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാ? കാജൽ, ഞാൻ നിന്നോടൊരു കാര്യം തുറന്നു പറയാൻ പോവാ. നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ ആച്ചൽ എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളെ എനിക്ക് ജീവനായിരുന്നു. നീയുമായിട്ടുള്ള വിവാഹം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് വിവാഹം കഴിച്ചത്? അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. അമ്മയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്. ഇന്നും എനിക്ക് ആച്ചലിനെ തന്നെയാ ഇഷ്ടം. നിന്നെ എനിക്ക് ഇഷ്ടമല്ല. കാജലിന് കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ തോന്നി. അവൾ നിസ്സഹായയായി കട്ടിലിൽ തന്നെ ഇരുന്നു. കാജൽ, നീ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ. കുഞ്ഞിനെ അവിടെ ചെന്ന് പ്രസവിച്ചാ മതി. എനിക്ക് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയില്ല കാജൽ. ആച്ചൽ നാളെ തന്നെ ഇവിടെ എത്തും. ഭർത്താവ് പറഞ്ഞതൊന്നും കാജലിന് മനസ്സിലായില്ല. അടുത്ത ദിവസം നിതിൻ കാജലിനെ അവളുടെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം ആഞ്ചൽ അവിടെ വന്നു. ആഞ്ചൽ വീട്ടിലെത്തിയ ശേഷം നിതിന്റെ അമ്മയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അത് നിതിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം ദയാവതി ആഞ്ചലിനെ കൊണ്ട് സഹികെട്ട് പറഞ്ഞു, നിതിൻ, നീയാണ് ഇനി തീരുമാനം എടുക്കേണ്ടത്. എനിക്കിതിനോട് യോജിക്കാൻ സാധിക്കില്ല. കാജൽ നല്ല കുടുംബത്തിൽ ജനിച്ചവളാണ്. കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾ നന്നായി നോക്കുമായിരുന്നു. അവൾ എല്ലാവരോടും നന്നായി പെരുമാറിയിരുന്നു. വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും കാര്യബോധമുണ്ടായിരുന്നു. പക്ഷെ ആഞ്ചൽ, അവൾ കാജലിന്റെ നേരെ വിപരീതമായി പെരുമാറുന്നു. അവൾക്ക് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ, കുടുംബത്തെക്കുറിച്ചല്ല. അതെ അമ്മേ, അമ്മ പറഞ്ഞത് നേരാ. ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ കാൽപ്പാടുകൾ പിന്നിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നതമ്മേ. അതെ, ശരിയാണ്. ദീപാവലി വരാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കാജലിനെ നീ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? നമ്മുടെ വീട്ടിലെ ലക്ഷ്മി കാജലാണ്, ആഞ്ചലല്ല. നിതിൻ ആലോചിച്ചു. കാജൽ അയാളുടെ കാര്യങ്ങൾ നന്നായി നോക്കുമായിരുന്നു. എപ്പോഴും അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. പക്ഷെ ആഞ്ചൽ അതൊന്നും ചെയ്തിരുന്നില്ല. ഒരു ദിവസം നിതിൻ എന്തോ കാര്യത്തിന് ആഞ്ചലിനെ വഴക്കു പറഞ്ഞു. ആഞ്ചൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. മോനെ, ദീപാവലി അടുത്തെത്തിയിരിക്കുന്നു. വീട്ടിലെ ലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് വാ മോനെ, ഇല്ലെങ്കിൽ അതൊട്ടും ശരിയാവില്ല. ദീപാവലി സമയത്ത് വീട്ടിലെ ലക്ഷ്മി പുറത്തിരുന്നാൽ അത് ശരിയായ രീതിയല്ല. ആഞ്ചൽ നിന്നെ സ്നേഹിച്ചിട്ടില്ല. നിന്നെ അവൾ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നു. ഈ കുടുംബത്തെ സ്വന്തമായി കാണുമായിരുന്നു. അതെ അമ്മേ, ഞാൻ കാജലിനോട് ചെയ്തത് വലിയ തെറ്റാണെന്ന് ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ഞാൻ അവളെ ഒത്തിരി വിഷമിപ്പിച്ചു അമ്മേ. എന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ ഒന്നും പറയാതെ അവളുടെ വീട്ടിലേക്ക് പോയത്. അവളോട് ക്ഷമ ചോദിച്ച് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ ആച്ചലിനെ മറന്നേക്കാമേ. കാജലിനെ ഇനി ഞാൻ പൊന്നുപോലെ നോക്കും. അവൾക്കൊരു വിഷമവും ഞാൻ ഉണ്ടാക്കില്ല. നിതിൻ കാജലിനോട് മാപ്പ് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നു. രണ്ടുപേരും സംസാരിച്ചു. ദീപാവലിയുടെ അന്ന് കാജൽ വീട് മുഴുവനും അലങ്കരിച്ചു. ഇപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ ഒരു പരാതിയുമില്ല. നിതിൻ കാജലിനെ സ്നേഹിച്ചു. അവളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചു.